ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈബർ സെക്യൂരിറ്റീൻ്റെ അകത്ത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റായ CIR ട്രേഡിനെ കുറിച്ചിട്ടാണ്. എന്താണ് CIR ട്രേഡ്? CIR ട്രേഡ് എന്ന് പറയുന്നത് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ്റർവ്യൂവിനൊക്കെ വാട്ട് ഈസ് CIR ട്രേഡ് എന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കണം. ഓക്കെ, സോ CIA ട്രേഡ് ഒരു 3 കോൺസെപ്റ്റാണ്. CIA. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. CIR ട്രേഡ് എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റീൻ്റെ ഒരു മെയിൻ പില്ലറാണ്, അല്ലെങ്കിൽ ഒരു മെയിൻ ഫൗണ്ടേഷൻ ആണെന്ന് നമുക്ക് പറയാം. ഇത് വെച്ചിട്ടാണ് ശരിക്കും സൈബർ സെക്യൂരിറ്റി ഫുൾഫിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഈ ഒരു 3 സംഗതി ഉണ്ടെങ്കിലാണ് പ്രോപ്പറായിട്ട് വർക്കാവുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വൺ, CIR ട്രേഡിൻ്റെ എന്താണെന്ന് നോക്കാം. എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരാൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അത് നമ്മളും ആ റിസീവർ മാത്രമേ കാണാൻ പാടുള്ളൂ, മൂന്നാമതൊരാൾ കാണാൻ പാടില്ല. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. ലൈക്ക് ദാറ്റ് നെയിം, കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ഓക്കെ, വേറൊരാൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഡാറ്റ കാണാൻ പാടില്ല അല്ലെങ്കിൽ റീഡ് ചെയ്യാൻ പാടില്ല. സോ ദ സെക്കൻഡ് വൺ ഇൻറ്റഗ്രിറ്റിയാണ്. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ വേറൊരാൾ മോഡിഫൈ ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഹായ് ഹലോ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഒരാൾക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് റിസീവറിലേക്ക് എത്തുമ്പോൾ ഹായ് ഹലോ ഹൗ ആർ യു എന്നാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മോഡിഫിക്കേഷൻ അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. ആരോ മോഡിഫൈ ചെയ്തിട്ടാണ് റിസീവറുടെ അടുത്ത് എത്തുമ്പോൾ അതൊരു ഡിഫറൻറ്റ് സംഗതിയായിട്ട് മാറുന്നതും ഞാൻ അയച്ച സംഗതിയായിട്ടും അവിടെ റിസീവ് ആയ സംഗതിയായിട്ടും നല്ല ഡിഫറൻസ് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇടയിൽ നിന്ന് ആരോ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ അയച്ച മെസ്സേജിൽ നിന്ന് മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. സോ അതാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ അവൈലബിലിറ്റിയാണ്. അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സർവീസ് കാര്യങ്ങൾ ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ യൂസ് ചെയ്യുന്ന Gmail, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഈ സംഗതികളെല്ലാം 24 hours അവൈലബിൾ ആണ് അല്ലേ? ഒരിക്കലും അത് എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ ഓഫ് ചെയ്ത് വെക്കുന്നില്ല. എങ്ങാനും ചില സംഗതികൾ കാരണം ഡൗൺ ആവാന്നുള്ളതല്ലാണ്ട് ബട്ട് ഫുൾ ടൈം ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇത് ഓഫ് ആവേ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഫുൾ ടൈം ഈ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റൺ ആവുന്നുണ്ട്. അതാണ് അവൈലബിലിറ്റി എന്ന് പറയുന്നത്. സോ ഈ കോൺഫിഡൻഷ്യാലിറ്റിയും ഇൻറ്റഗ്രിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിലിറ്റി ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഡാറ്റ വേറൊരാൾ കാണാൻ പാടില്ല, വേറൊരാൾ മോഡിഫൈ ചെയ്യാൻ പാടില്ല. ഈ 2 കോൺസെപ്റ്റും റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവൈലബിലിറ്റിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കോംപ്രമൈസും വരുത്തരുത്. കുറച്ച് നേരം ഓഫ് ചെയ്തിടാം, അല്ലെങ്കിൽ സർവീസ് ഈ സമയത്ത് ആരും ആക്സസ് ചെയ്യരുത്. അതാകുമ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി ഇൻറ്റഗ്രിറ്റി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ആവുമെന്ന് കരുതിയിട്ട് അങ്ങനെ അതിലേക്കൊരു എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കോംപ്രമൈസ് വരുത്താൻ പാടില്ല. ഇതാണ് CIR ട്രേഡ് എന്ന് പറയുന്നത്. 3 സംഗതിയാണ്: കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ വേറൊരാൾ കാണാൻ പാടില്ല. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ വേറൊരാൾ മോഡിഫൈ ചെയ്യാൻ പാടില്ല. അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സർവീസ് ഓർ കോൺസെപ്റ്റ് ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. സോ താങ്ക് യു.